ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ കടകൾക്ക് സംരംഭങ്ങൾക്കുള്ള ലൈസൻസ് കെ-സ്മാർട്ട് വഴി ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ന്യൂ ഷോപ്പ് ലൈസൻസ്, ട്രേഡ് ലൈസൻസ്, IFT ആൻഡ് OS ലൈസൻസ് എന്നൊക്കെ ഇത് അറിയപ്പെടും. പുതിയ ഷോപ്പ് ലൈസൻസിനുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഗ്രാമപഞ്ചായത്തും കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയപ്പോൾ പ്രോസസ്സിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കുമൊക്കെ ഈ രീതിയിൽ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് കെ-സ്മാർട്ട് വഴി. ഷോപ്പ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിൻ്റെയും പുതിയ പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. കെ-സ്മാർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ കെ-സ്മാർട്ട് എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം എന്ന് വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിൽ സംശയങ്ങളുള്ളവർക്ക് ഒരു ടെക്നിക്ക് പ്രയോഗിക്കേണ്ടുന്നത് എങ്ങനെയെന്നും വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. കെ-സ്മാർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ തുടർന്നും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 30-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പുതിയ ഷോപ്പ് ലൈസൻസ് അല്ലെങ്കിൽ ട്രേഡ് ലൈസൻസ് എടുക്കുന്നതിന് സന്ദർശിക്കേണ്ട കെ-സ്മാർട്ടിൻ്റെ വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവർ ഇവിടെ സിറ്റിസൺ രജിസ്ട്രേഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടുന്നതുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നതിന് എങ്ങനെ എന്നതിൻ്റെ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് കൊടുത്തിരിക്കാം. ഞാനിവിടെ സിറ്റിസൺ ലോഗിൻ വഴി മൊബൈൽ നമ്പർ കൊടുത്ത് OTP കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്ത ഉടനെ നമ്മൾ നേരത്തെ കൊടുത്ത അപേക്ഷകളൊക്കെ ഡീഫോൾട്ടായിട്ട് ഇവിടെ കാണിക്കുന്നതാണ്. നമ്മളുടെ പുതിയ അപേക്ഷ കൊടുക്കുന്നതിനായി ന്യൂ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം ഇടത് സൈഡിൽ കാണുന്ന ലിങ്കുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. നമുക്കിവിടെ ലൈസൻസിനുള്ള അപേക്ഷയായിട്ടും ലൈസൻസ് സർവീസ് എടുക്കുക. അതിനുശേഷം IFT ആൻഡ് OS ലൈസൻസ് എന്ന് കാണാം. അതിൻ്റെ സെൻട്രലായിട്ടൊരു പ്ലസ് ചിഹ്നമുണ്ട്. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ലിങ്കുകളിൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ IFT ആൻഡ് OS ലൈസൻസ് അതാണ് നമുക്ക് വേണ്ടുന്നത്. പുതിയ ട്രേഡ് ലൈസൻസ് അല്ലെങ്കിൽ പുതിയ ഷോപ്പുകൾക്കുള്ള ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടുന്നത്. തൊട്ട് താഴെയായി IFT ആൻഡ് OS ലൈസൻസ് റിന്യൂവൽ, ഷോപ്പ് ലൈസൻസ് റിന്യൂ ചെയ്യാനുള്ള ലിങ്കാണ്. അതിൻ്റെ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെയായി ക്യാൻസലേഷൻ ലിങ്ക് ഉണ്ട്. അതിൻ്റെയും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനും താഴെയായിട്ട് കറക്ഷൻ എന്നൊരു ലിങ്ക് കൂടി കാണാം. കറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത് അപ്രൂവ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും തെറ്റ് നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കറക്ഷൻ എന്നുള്ള ലിങ്കിൽ കയറി നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഞാനിവിടെ ആദ്യത്തെ ന്യൂ ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പുതിയ ഷോപ്പ് ലൈസൻസിനായിട്ട്. അതിനുശേഷം പ്ലേസ് ഓഫ് ആക്ടിവിറ്റിയാണ് കൊടുക്കേണ്ടത്. നമ്മൾ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ വിശദാംശങ്ങളാണ്. ആദ്യം ജില്ലയും അതുപോലെ തന്നെ ലോക്കൽ ബോഡി, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവയിൽ ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കണം. ഞാൻ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്ത് ആയതുകൊണ്ട് ആ ഒരു പഞ്ചായത്ത് അവിടെ നിന്നും തിരഞ്ഞെടുത്തതിന് ശേഷം സോണൽ ഓഫീസ് എന്നുള്ളിടത്ത് മെയിൻ ഓഫീസ് ഡീഫോൾട്ടായിട്ട് വരുന്നതാണ്. അതിനുശേഷം വാർഡാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. നിങ്ങളുടെ പഞ്ചായത്തിൽ ഏത് വാർഡിലാണ് നിങ്ങളുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ആ വാർഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം പ്ലേസ് സ്ട്രക്ചർ ടൈപ്പ് എന്നുള്ളിടത്ത് ബിൽഡിംഗ് തിരഞ്ഞെടുക്കുക. ലാൻഡ് കൊടുത്താൽ സർവേ നമ്പരും മറ്റ് ഡീറ്റെയിൽസും കൊടുക്കും. താഴോട്ട് മറ്റ് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് ആയിരിക്കും സൗകര്യപ്രദം. അതിനുശേഷം ബിൽഡിംഗ് നമ്പർ കൊടുക്കണം നമ്മൾ. അതിനു മുമ്പ് സബ് ടൈപ്പ് എന്നുള്ളതെടുത്ത് നമ്മൾ പെർമനൻ്റ് ഡീഫോൾട്ടായിട്ട് അവിടെ വരുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഡോർ നമ്പർ, കടയുടെ നമ്പർ, കട നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടുന്നത്. അതിനുശേഷം സബ് നമ്പർ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം സെർച്ചിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഇവിടെ യൂസ് ഓഫ് ബിൽഡിങ്, സബ് യൂസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് വരുന്നതാണ്. ഏരിയ, ടാക്സ് ഡ്യൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങനെ ഫെച്ച് ചെയ്ത് വന്നില്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മുകളിൽ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, വെദർ ദ ആപ്ലിക്കൻ്റ് ഈസ് ഓണർ ഓഫ് ലൈസൻസി പ്ലേസ് ഓർ സ്ട്രക്ചർ. ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനാണോ റെൻറ്റിനാണോ ഉള്ളതാണ്. യെസ്, നോ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ റെൻറ്റ്, ലീസ് തുടങ്ങിയ ഓപ്ഷൻസ് വരുന്നതാണ്. സാധാരണ കൂടുതൽ ആൾക്കാരും റെൻറ്റിനായിരിക്കും. അങ്ങനെയുള്ളവർ അവരുടെ റെൻറ്റ് തിരഞ്ഞെടുത്ത് കൊടുക്കണം. സ്വന്തമായി നടത്തുന്നവർക്ക് അവിടെ എസ് കൊടുത്തു പോവുകയും ചെയ്യാവുന്നതാണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഈസ് ദ ബിൽഡിംഗ് ഹാസ് സിംഗിൾ എഗ്രിമെൻറ്റ്, എസ് ഓർ നോ എന്നുള്ളതാണ്. അവിടെ നോ കൊടുത്തു കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് ഓണറുടെ പേരും കൂടി വരുന്നതാണ്. ഓണറുമായിട്ടുള്ള ഒരു സിംഗിൾ എഗ്രിമെൻ്റ് അല്ല, ഡബിൾ എഗ്രിമെൻ്റ് എന്നുള്ള മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ല, സിംഗിളായിട്ട് റെൻറ്റിനെടുക്കുന്ന ആൾ സ്വന്തമായിട്ട് എഗ്രിമെൻറ്റ് എഴുതി ഒരാൾ മാത്രമായിട്ടുള്ള എഗ്രിമെൻ്റ് ആണെങ്കിൽ അവിടെ എസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. സാധാരണ റെൻറ്റിനെടുക്കുന്നവരൊക്കെ അവിടെ എസ് കൊടുത്താണ് ചെയ്യേണ്ടുന്നത്. താഴെ റെൻ്റൽ എഗ്രിമെൻറ്റ് എന്നുള്ളിടത്ത് ആരുമായി
ആരാണോ റെൻറ്റിന് എടുത്തിരിക്കുന്നത്, റെൻറ്റിനായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ ആളിൻ്റെ പേര് അവിടെ കൊടുത്താൽ മതിയാകും. റെൻറ്റിന് എടുക്കുന്ന ആളുടെ പേര് കൊടുത്താൽ മതിയാകും. അടുത്തത് റെൻ്റൽ എഗ്രിമെൻറ്റ് വാലിഡ് ഫ്രം ടു ആണ്. എന്ന് മുതൽ എന്ന് വരെ നമുക്ക് ഈ എഗ്രിമെൻറ്റ് കാലാവധി ഉണ്ട് എന്നുള്ളത് അവിടെ ഡേറ്റ് കലണ്ടർ ചൂസ് ചെയ്ത് കൊടുക്കണം. 1 വർഷം കൊടുക്കാം, അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വർഷം വേണമെങ്കിലും കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ആഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് അവിടെ ആഡ് ആവുന്നതും കാണാം. തൊട്ട് താഴെയായിട്ട് ആഡ് മോർ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. കൂടുതൽ കടകൾ ആ ഒരു ബിൽഡിങ്ങിലുണ്ടെങ്കിൽ ആഡ് മോർ ഉപയോഗിച്ച് നമുക്ക് ഓരോന്നും ആഡ് ചെയ്ത് കൊടുക്കുവാനും സാധിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു ആപ്ലിക്കൻറ്റിൻ്റെ പേരിൽ തന്നെ ആ ഒരു ബിൽഡിങ്ങിൽ ഒന്നിലധികം കടകൾ ഉള്ളപ്പോഴാണ് ആഡ് മോർ ഉപയോഗിക്കാവുന്നത്. താഴോട്ട് വന്നാൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക് അവിടെ ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുള്ളത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഞാൻ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ്. ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കൊടുക്കേണ്ടുന്നത് ബിസിനസ് സെക്ടറാണ്. ഇവിടെ നമുക്ക് സർവീസ് എന്നും മാനുഫാക്ചർ എന്നും 2 കാറ്റഗറികളുണ്ട്. സർവീസ് റൗണ്ട് എനേബിൾ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ബിസിനസ് കാറ്റഗറിയും ബിസിനസ് ടൈപ്പും ബിസിനസ് സബ് ടൈപ്പും ഒക്കെ താഴോട്ട് വരും. അതല്ല മാനുഫാക്ചറാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടും ബിസിനസ് കാറ്റഗറിയും ബിസിനസ് ടൈപ്പും ബിസിനസ് സബ് ടൈപ്പും ഒക്കെ താഴോട്ട് വരുന്നതാണ്. അവിടെ നിന്ന് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ ബിസിനസ് സബ് ടൈപ്പ് എന്നുള്ളിടത്ത് ഒന്നിലധികം കാറ്റഗറികൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. മുകളിലും അതേപോലെ നമുക്ക് ഒന്നിലധികം കാറ്റഗറികൾ സെലക്ട് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. ഇതിനിടയ്ക്ക് ക്വിക്ക് സെർച്ച് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. നേരത്തെ കാണിച്ചതാണത്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ക്വിക്ക് സെർച്ച് വഴിയും ഇതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ബിസിനസ് കാറ്റഗറിയും ടൈപ്പും ബിസിനസ് സബ് ടൈപ്പും ഒക്കെ തിരഞ്ഞെടുത്ത് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ വന്ന് നമുക്കൊരു പ്ലസ് ചിഹ്നം കാണാം. അതിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് താഴോട്ട് അത് 1 by 1 ആയിട്ട് റോ ചെയ്ത് വരുന്നതും നമുക്ക് കാണാം. അത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതുമാണ്. അതിനുശേഷം നമുക്ക് കൊടുക്കേണ്ടുന്നത് ഡേറ്റ് ഓഫ് കമൻസ്മെൻ്റ് ആണ്. ഈ ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ അവിടെ കലണ്ടർ ചൂസ് ചെയ്തത് ഡേറ്റ് രേഖപ്പെടുത്തി കൊടുക്കണം. സംരംഭം തുടങ്ങുന്ന ഡേറ്റ് കൊടുക്കണം. അതിനുശേഷം കൊടുക്കേണ്ടുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രവർത്തന മൂലധനം എത്രയുണ്ടോ അതിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്കിതിൻ്റെ ഫീസ് ഒക്കെ വരുന്നത്. തൊട്ട് താഴെയായിട്ട് നമ്പർ ഓഫ് എംപ്ലോയീസ് കാണാവുന്നതാണ്. തുടർന്ന് നമുക്ക് വരും വർഷങ്ങളിൽ പുതുക്കുന്നതിനൊക്കെ പ്രൊഫഷൻ ടാക്സ് തൊഴിൽക്കരം അടയ്ക്കേണ്ടതുകൊണ്ട് ഈ നമ്പർ ഓഫ് എംപ്ലോയീസിനെ അടിസ്ഥാനമാക്കിയാണ് തൊഴിൽക്കരം വരുന്നത്. അത് ഓർത്തിരിക്കുക. തൊട്ട് താഴെയായിട്ട് ഡിസൈഡ് ലൈസൻസ് പീരീഡ് നമ്മൾ കഴിഞ്ഞ പേജിൽ കൊടുത്ത ആ ലൈസൻസ് പീരീഡിനനുസരിച്ച് ഇവിടെ ഞാൻ 1 വർഷമാണ് കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ 1 ഇയർ ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ലൈസൻസ് യൂണിറ്റ് ടൈപ്പാണ്. ഇൻഡിവിജ്വൽ, ജോയിൻറ്റ് പാർട്ണർഷിപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്യണം. ഞാനിവിടെ ഇൻഡിവിജ്വൽ എനേബിൾ ചെയ്യുകയാണ്. അതിനുശേഷം കൊടുക്കേണ്ടുന്നത് ലൈസൻസിയുടെ കോൺടാക്റ്റ് നമ്പർ, മൊബൈൽ നമ്പർ കൊടുക്കണം. അതിലേക്കാണ് SMS ഒക്കെ വരുന്നത്. മെയിൽ ID കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ അതിന് മുകളിലായിട്ട് പ്രധാനപ്പെട്ടൊരു സംഗതി ഉള്ളത് ലൈസൻസ് യൂണിറ്റ് നെയിം. നമ്മൾ തുടങ്ങുന്ന സംരംഭത്തിന് എന്താണോ പേര് കൊടുത്തിരിക്കുന്നത് ആ പേര് ആദ്യം അവിടെ ഇംഗ്ലീഷിൽ കൊടുക്കുകയും തൊട്ട് വലത് സൈഡിലായിട്ട് മലയാളത്തിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതിനായിട്ട് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് മലയാളത്തിലേക്ക് അവിടെ കൺവേർട്ടായി വരും. അവിടെ നിന്നും അത് കോപ്പി ചെയ്ത് നമുക്ക് ആ മലയാളത്തിൽ പേര് കൊടുക്കേണ്ട സംരംഭത്തിൻ്റെ പേര് കൊടുക്കേണ്ട കോളത്തിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് നോ ഡേറ്റ അവൈലബിൾ, ലൈസൻസി ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടുന്നത് താഴെയായിട്ട് ആഡ് മോർ ഇഫ് എനി എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആഡ് മോറിൻ്റെ നേർക്കുള്ള ആ ഒരു പ്ലസ് ചിഹ്നത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമുക്കൊരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഇവിടെയാണ് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടുന്നത്. ഇവിടെ ആധാർ ഡീറ്റെയിൽസ് കൊടുത്ത് ചെയ്യാം, അതേപോലെ പാസ്പോർട്ട് ഡീറ്റെയിൽസും കൊടുത്ത് ചെയ്യാം. ആധാർ കൊടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. ആധാർ നമ്പരും അതേപോലെ പേരും പേര് മലയാളത്തിൽ കൊടുക്കണം. ആപ്ലിക്കൻ്റെ പേര് മലയാളത്തിൽ കൊടുക്കണം. അതുപോലെ താഴോട്ട് അഡ്രസ്സ് മറ്റു കാര്യങ്ങളും എല്ലാം കൊടുക്കേണ്ടതുകൊണ്ട് ഡിസ്ട്രിക്റ്റും അതേപോലെ തന്നെ ലോക്കൽ ബോഡി അതെല്ലാം നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ ഈ ആപ്ലിക്കൻ്റ് ഏത് ലോക്കൽ ബോഡിയിലാണോ താമസിക്കുന്നത് അതാണ് കൊടുക്കേണ്ടുന്നത്. സ്ഥാപനം സ്ഥിതി ചെയ്യുന്നിടത്ത് ഉള്ളത് കൊടുക്കണമെന്നില്ല. ആപ്ലിക്കൻ്റ് ഏത് ലോക്കൽ ബോഡിയിലാണോ, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസാണ് കംപ്ലീറ്റ് ഇവിടെ കൊടുക്കേണ്ടുന്നത്. നേരത്തെ കൊടുത്തതുപോലെ മൊബൈൽ നമ്പർ മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. തുടർന്ന് താഴെ വന്ന് സേവ് കൊടുക്കാവുന്നതാണ്. ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇവിടെ നമുക്ക് നേരത്തെ MD ആയിരുന്ന ഭാഗത്ത് ആപ്ലിക്കൻ്റെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്ന കാണാം. ഇനി നമുക്ക് താഴെ വന്ന് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. വീണ്ടും സേവ്ഡ് സക്സസ്ഫുള്ളി കാണിക്കും. ഓക്കെ കൊടുത്ത് അടുത്ത പേജിലേക്ക് വരാവുന്നതാണ്. ഇവിടെ നമുക്ക് അടുത്തതായിട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്.
2 MB താഴെയുള്ള PDF ഫോർമാറ്റിലുള്ള ഡോക്യുമെൻറ്റ്സാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇവിടെ ഡോക്യുമെൻസിൻ്റെ വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. വലിയ സംരംഭങ്ങളൊക്കെ ഉദ്ദേശിച്ചുള്ള ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെങ്കിലും ഞാൻ എല്ലാം ഒന്ന് പറഞ്ഞു പോകാം. ആദ്യത്തേത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഓഫ് സ്റ്റാഫാണ്. അതായത് ഹെൽത്ത് കാർഡാണ്. സ്റ്റാഫിൻ്റെ സംരംഭം തുടങ്ങുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യം വരാൻ വഴിയില്ല. അടുത്തത് KSPCB, കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റേതാണ്. അങ്ങനെയുള്ള വലിയ പൊല്യൂഷനെയൊക്കെ ബാധിക്കുന്ന സംരംഭങ്ങൾക്കാണ് അത് ബാധകമായിട്ടുള്ളത്. അടുത്തത് ഹരിത കർമ്മസേനയുടെ റെസിപ്റ്റാണ്. അത് സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ ഇത് സംരംഭം തുടങ്ങാത്തവർക്ക് അതും കൊടുക്കണമെന്നില്ല. അടുത്തത് അതർ ഡോക്യുമെൻറ്റ്സിൽ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട മറ്റേ എഗ്രിമെൻറ്റ് പോലെയുള്ള അത് കൊടുക്കാവുന്നതാണ്. അടുത്തത് മോട്ടോർ ഇൻസ്റ്റലേഷൻ പെർമിറ്റ് ഫ്രം ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അങ്ങനെയുള്ള വലിയ മോട്ടറൊക്കെ ഉള്ള സ്ഥാപനങ്ങളെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫാക്ടറി ഇൻസ്പെക്ടേഴ്സ് സർട്ടിഫിക്കറ്റും വലിയ സംരംഭങ്ങളെയാണ്. എഗ്രിമെൻറ്റ് വിത്ത് ദ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതും വലിയ സംരംഭങ്ങളെയാണ്. അതായത് സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കാണിക്കുന്ന 3 വരയിൽ കഴ്സർ കൊണ്ടുവച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഇതിൽ വലിയ സംരംഭങ്ങൾക്ക് കമ്പൽസറി ആയി കൊടുക്കേണ്ടി വരുന്ന ഒന്ന് സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റാണ്. ഹെൽത്ത് ഇൻസ്പെക്ടറിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് അതിപ്പോൾ. ബാക്കിയൊക്കെ നിങ്ങൾ തുടങ്ങുന്ന സംരംഭത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് ഉള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. ചെറിയ സംരംഭങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ റെൻറ്റിനാണ് ആരംഭിക്കുന്നതെന്നുണ്ടെങ്കിൽ എഗ്രിമെൻറ്റ്, റെൻ്റൽ എഗ്രിമെൻറ്റ് അത് കൃത്യമായിട്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ചെറിയ സംരംഭങ്ങൾക്ക് അത് മതിയാകും. പിന്നെ ഹരിത കർമ്മസേനയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ എങ്കിൽ അതും കൂടി കഴിയുമെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്നും താഴോട്ട് വന്നാൽ ഇമേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, വീഡിയോ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊന്നും നിർബന്ധമായി കൊടുക്കേണ്ടതായിട്ട് കാണുന്നില്ല. നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അന്വേഷിച്ചിട്ട് ഉചിതമായത് ചെയ്യുക. താഴെയായിട്ട് ഫോട്ടോ ഓഫ് ആപ്ലിക്കൻ്റ്, അത് നിർബന്ധമാണ്. ഒരു 30 KB താഴെയുള്ള JPG ഫോർമാറ്റിലൊക്കെ ഉള്ളതാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോട്ടോ നിർബന്ധമാണ്, കാരണം സർട്ടിഫിക്കറ്റിൽ ഈ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് വരുന്നതാണ്. ഓരോന്നിനും നേർക്ക് കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇമേജ് PDF ഫോർമാറ്റിലുള്ളത് അത് ഇവിടേക്ക് കൊണ്ടുവന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ നമുക്ക് 1 by 1 ആയിട്ട് ആവശ്യമുള്ളത് ഇത്രയും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ചെറിയ സംരംഭങ്ങൾക്ക് ഇതൊന്നും എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ സംരംഭങ്ങൾ അതർ ഡോക്യുമെൻറ്റ്സിൽ എഗ്രിമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. പിന്നീട് ഫോട്ടോ ഇവിടേക്ക് വന്നതിന് ശേഷം അവിടെ ഒരു ക്രോപ്പ് വരും. ആ ക്രോപ്പിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഫോട്ടോ അവിടെ പേസ്റ്റായി വരികയും ചെയ്യും. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിൻ്റെ കാര്യത്തിൽ മറ്റൊരു എളുപ്പമാർഗ്ഗമുള്ളത് അത്യാവശ്യം കൈവശമുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം റിട്ടേൺ വന്നാൽ അതെങ്ങനെ റീസബ്മിറ്റ് ചെയ്യാവുന്ന വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം ഒരു സമ്മറിയാണ് വരുന്നത്. നമ്മളിതുവരെ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് പ്രിവ്യൂ. ഇവിടെ നമ്മൾ നോക്കി എല്ലാം മനസ്സിലാക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇവിടെയും എഡിറ്റ് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം താഴോട്ട് വന്ന് വീണ്ടും പ്രൊസീഡ് കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ പേയ്മെൻറ്റ് 500 രൂപ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് നോക്കാം. ഇവിടെ ഇപ്പോൾ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം ഡിക്ലറേഷനാണ്. ഐ എഗ്രിയിൽ ടിക്ക് മാർക്ക് വരുത്തി താഴെ വന്ന് പ്രൊസീഡ് കൊടുത്ത് വീണ്ടും മുന്നോട്ട് പോകണം. തുടർന്ന് പേയ്മെൻറ്റിൻ്റെ പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. പേയ്മെൻറ്റ് നടത്തിയാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നിവിടെ പറയുന്നുണ്ട്. പ്രൊസീഡ് ടു പേ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നതാണ്, ഗേറ്റ്വേ വരുന്നതാണ്. ഇവിടെ 500 രൂപയാണ് ഇപ്പോൾ അടയ്ക്കേണ്ടുന്നത്. എത്ര വലിയ സംരംഭമായാലും ആദ്യം 500 രൂപയാണ് അടയ്ക്കേണ്ടുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് അവരവിടെ അസസ്മെൻറ്റ് നടത്തി അപ്രൂവൽ ഘട്ടമാകുമ്പോൾ വീണ്ടും എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്താനുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലിങ്ക് വരികയും സാധാരണ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന പോലെ ഇപ്പോൾ റിന്യൂവലിന് പേയ്മെൻറ്റ് നടത്തി ഉടനെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാമല്ലോ, അതുപോലെ തന്നെ ഇവിടെയും പേയ്മെൻറ്റ് നടത്താമെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ സംരംഭങ്ങൾക്ക് മാത്രമേ ഈ അസസ്മെൻറ്റ് നടത്തി വീണ്ടും കൂടുതൽ പേയ്മെൻറ്റ് നടത്തേണ്ടി വരാൻ സാധ്യതയുള്ളൂ. ചെറിയ സംരംഭങ്ങൾക്കൊക്കെ ഈ 500 രൂപ മതിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ ഏത് തിരഞ്ഞെടുത്താലും നമുക്ക് സൗകര്യപ്രദമായ പേയ്മെൻറ്റ് സൗകര്യങ്ങളൊക്കെ ആ ഒരു ഗേറ്റ്വേ തന്നെ ഉണ്ടാകും. ഇവിടെ ഇപ്പം ഫെഡറൽ ബാങ്കിൻ്റെ എടുത്താൽ ഫെഡറൽ ബാങ്ക് ഉപയോഗിച്ച് മാത്രമേ പേയ്മെൻറ്റ് നടത്താവൂ എന്നില്ല, അത് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം താഴെ വന്ന് പേ നൗ കൊടുത്ത് മുന്നോട്ട് പോയതിന് ശേഷം സാധാരണ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏതെങ്കിലും സൗകര്യപ്രദമായ ഒന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. എല്ലാ വീഡിയോയിലും പറയുന്നതായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു റെസിപ്റ്റ് ഇവിടെ തന്നെ ലഭിക്കുന്നതാണ്. ഈ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തോ സേവ് ചെയ്തോ ഒക്കെ സൂക്ഷിക്കുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും ഇങ്ങനെ ഒരു വിൻഡോ കൂടി ലഭിക്കുന്നതാണ്. ഇവിടെ നിന്നും മോറിൽ പ്രസ് ചെയ്ത് കൂടുതൽ നേരത്തെ കണ്ടതുപോലെ വീണ്ടും പ്രിൻ്റ് എടുക്കാനും സേവ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതുമാണ്.
അത് ക്ലോസ് ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആപ്ലിക്കൻ്റ് ഹോം പേജിലേക്ക് വരുന്നതും ഇവിടെ മൈ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം ലൈസൻസ് സർവീസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പുതിയ ഷോപ്പിനായിട്ടുള്ള ലൈസൻസിന് ന്യൂ എന്ന് കാണിക്കും. അവിടെ നമുക്ക് ഇനിഷ്യേറ്റഡ് എന്ന് കാണിച്ചിരിക്കുന്നതും കാണാം. താഴെ വന്നിട്ട് അതിൻ്റെ ഫയൽ ട്രാക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതുമാണ്. ഇനി നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റിന്യൂവലിൻ്റെ ഇവിടെ കാണിച്ചിരിക്കുന്നത് കാണാം. ഇത് ഇവിടെ അപ്രൂവൽ എന്ന് കാണിച്ചിരിക്കുന്നത് കാണാം. പക്ഷേ റിന്യൂവലിന് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷമാണ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. ഇത് തൊട്ട് താഴെ തന്നെ ആ സർട്ടിഫിക്കറ്റിൽ പ്രസ് ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇതിപ്പോൾ റിന്യൂവലിൻ്റെ ആണ്. ഇതുപോലെ തന്നെ ന്യൂവിൻ്റെയും പുതിയ ഷോപ്പിൻ്റെയും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ചെറിയ സംരംഭങ്ങൾക്കൊക്കെ നമുക്ക് ഇപ്പോൾ ഈ 500 രൂപ പേയ്മെൻറ്റോടുകൂടി അത് അപ്രൂവ് ആയി വരികയും ഒരു വെരിഫിക്കേഷന് ശേഷം അപ്രൂവ് ആയി വരികയും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കും. അതല്ല വലിയ സംരംഭമൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് റിന്യൂവലിൻ്റെ ഒരു 1000 രൂപ പേയ്മെൻറ്റ് പേ നൗ കിടക്കുന്ന കാണാമല്ലോ. അതേപോലെ പേയ്മെൻറ്റ് വരികയും അങ്ങനെ പേയ്മെൻറ്റ് നടത്തി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ റിന്യൂവലിന് എടുക്കുന്നത് പോലെ എടുക്കുവാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം റിട്ടേൺ വന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ അത് റീസബ്മിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ റീസബ്മിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദാണ്ട് ന്യൂ എന്ന് കാണാം. അത് പുതിയ ഷോപ്പിനുള്ള ലൈസൻസാണ്. റിട്ടേൺ ടു സിറ്റിസൺ എന്നവിടെ കാണാം. അത് മതിയായ പോരായ്മ കൊണ്ട് റിട്ടേൺ വന്നിരിക്കുകയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ ഫയൽ ട്രാക്കിൽ അത് കാണിക്കുന്നില്ല. പക്ഷേ നമുക്ക് തൊട്ടിപ്പുറത്ത് തന്നെ ഒരു എഡിറ്റ് ബട്ടണുണ്ട്. ആ എഡിറ്റ് ബട്ടണിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് അവിടെ കാണിക്കും. ഇവിടെ ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ കാണിക്കും. ഇതിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റീസൺ. ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാണിത് പ്രോസസ്സ് ആവാത്തത്. അവിടെ നമ്മൾ ഓക്കെ കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. ഇതുപോലെ എന്ത് റീസണാണെന്ന് ഇവിടെ കാണിക്കും. അതനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇവിടെ ഈ റീസൺ എന്താണോ കാണിച്ചിരിക്കുന്നത്, മറ്റെന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഡോക്യുമെൻ്റ് അപ്ലോഡ് ആണെങ്കിൽ അത് ചെയ്ത് കൊടുക്കണം. മറ്റ് പേരോ എന്തെങ്കിലും കൊടുത്തതിലുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതെല്ലാം ഏതാണെന്നോ അത് കൊടുത്ത് ഇങ്ങനെ നെക്സ്റ്റ് കൊടുത്ത് പ്രൊസീഡ് കൊടുത്ത് അങ്ങ് പോയാൽ മാത്രം മതി. സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ഞാൻ പ്രൊസീഡ് കൊടുത്ത് അവസാനം എനിക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്റ്റേജിൽ വന്ന് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് വീണ്ടും പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് പ്രൊസീഡ് കൊടുത്ത് സമ്മറിയൊക്കെ കാണിക്കുന്നതും സമ്മറിയൊക്കെ നോക്കി താഴെ വന്ന് വീണ്ടും പ്രൊസീഡ് കൊടുത്ത് ഡിക്ലറേഷൻ അപ്രൂവ് ചെയ്ത് ലാസ്റ്റിൽ സബ്മിറ്റ് കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടുന്നത്. നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് പ്രോസസ്സ് വരുന്നത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.